നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ആദ്യം തന്നെ ഏവർക്കും നല്ല ഒരു ശുഭദിനം നേരുന്നു. ഓക്കെ, നമ്മൾ ഇന്ന് ഒരു വീക്കെൻഡിലാണ്. നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ട് കുറച്ച് വർക്ക് റിലേറ്റഡുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് തിരക്കിലായിപ്പോയി. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ട് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ കേസ് അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ആദ്യത്തെ കേസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി കൊടുത്ത സ്പെഷ്യൽ ലീവ് പെറ്റീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ സ്പെഷ്യൽ ലീവ് ബിഫോർ ഗോയിങ് ടു ദ കേസ്, ഈ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കോടതിയുടെ വിധിക്കെതിരെ അപ്പീലുമായിട്ട് പോകുന്ന സുപ്രീം കോടതിയിൽ അപ്പീലുമായിട്ട് പോകുന്ന പ്രൊസീജിയറിനെയാണ് സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ വേണമെങ്കിൽ സുപ്രീം കോടതിക്ക് അനുവദിക്കാം, അല്ലെങ്കിൽ അനുവദിക്കാതിരിക്കാം. അപ്പോൾ ഈ കേസിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ കേസിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ പരിഗണിച്ചത് ജസ്റ്റിസ് അബയ് ഒക്ക സാറിൻ്റെ ബെഞ്ചിലാണ്. ആ ബെഞ്ചിനെ റെപ്രസെൻറ്റ് ചെയ്ത് ജസ്റ്റിസ് അബയോസ് ഒക്കയും അതുപോലെ ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് സർ ആണ്. അപ്പോൾ അത് പരിഗണിച്ചത് 30th സെപ്റ്റംബറിനായിരുന്നു. കോഡ് നമ്പർ 6 ഐറ്റം നമ്പർ 84 ആയിട്ടായിരുന്നു പരിഗണിച്ചത്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയെ റെപ്രസെൻറ്റ് ചെയ്ത് വന്നത് അവരുടെ ലീഗൽ എക്സ്പെർട്ട്, വളരെ ലീഡിംഗ് സുപ്രീം കോടതി ലീഡിംഗ് അഡ്വക്കേറ്റായ ശ്രീമതി ബീന മാധവൻ മാമാണ്. അപ്പോൾ ബീന മാധവൻ മാം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ കൊടുക്കുകയും അതിൻ്റെ എന്ത് റീസണിലാണെന്നുള്ളത് കോടതിയെ ബോധിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓർഡർ ഒരു 2 ദിവസമേ ആയിട്ടുള്ളൂ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ട്. അപ്പം ആ ഓർഡർ റിലീസ് ചെയ്തപ്പോൾ അതിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഒബ്വിയസ്ലി ദ കോമ്പറ്റന്റ് അതോറിറ്റി ക്യാൻ ടേക്ക് ഫ്രഷ് പ്രൊസീഡിങ്സ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് പെർമിസിബിൾ ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലോ എന്നാണ് അതിൻ്റെ അകത്ത് പരാമർശിച്ചിരിക്കുന്നത് ആ ഓർഡറിൽ. അപ്പം ഇത് എന്തിനാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സമീപിച്ചതെന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. എനിക്ക് തോന്നുന്നു ജൂണിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിക്ക് അനുകൂലമായിട്ടുള്ള കോമ്പറ്റന്റ് അതോറിറ്റി ചെയ്ത പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റിനെ ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള ഒരു ഓർഡർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നുണ്ടായി. എന്നാൽ അതേ സെയിം ഡേയിൽ തന്നെ കോമ്പറ്റന്റ് അതോറിറ്റി ഒരു 5-6 മണിക്കൂറിൻ്റെ ഒരു ഡിഫറൻസിൽ തന്നെ വീണ്ടും ആ പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് റീഇൻസ്റ്റേറ്റ് ചെയ്തു. അപ്പോൾ ആ നടപടിക്കെതിരെയാണ് ഈ സ്പെഷ്യൽ ലീവ് പെറ്റീഷനുമായിട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി സമീപിച്ചത്. അപ്പോൾ ഈ ഓർഡറിൽ സുപ്രീം കോടതിയുടെ ഈ ജഡ്ജ്മെൻറ്റ് ഓർഡറിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഒബ്വിയസ്ലി ദ കോമ്പറ്റന്റ് അതോറിറ്റി ക്യാൻ ടേക്ക് ഫ്രഷ് പ്രൊസീഡിങ്സ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് പെർമിസിബിൾ ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലോ എന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട കോമ്പറ്റന്റ് അതോറിറ്റിക്ക് ഫ്രഷ് പ്രൊസീഡിങ്സ് ചെയ്യാം, ഫ്രഷ് സ്റ്റെപ്സ് ചെയ്യാം, പക്ഷേ ഓൺലി ഇഫ് ഇറ്റ് ഈസ് പെർമിസിബിൾ ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലോ. നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ മാത്രം, നിയമത്തിൽ അങ്ങനെ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ബഡ്സ് ആക്ട് 2009, നമ്മുടെ വളരെ മുമ്പത്തെ സെഷനിലേക്ക് ബഡ്സ് ആക്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ബഡ്സ് ആക്ടിൽ സെക്ഷൻ 14 സെക്ഷൻ 15 ഈ പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വൺസ് ഒരു പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുമോ? അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ റേസ് ചെയ്ത് വന്നത്. ഓക്കെ, അപ്പോൾ അവിടെ സുപ്രീം കോടതി വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, കോമ്പറ്റന്റ് അതോറിറ്റി ക്യാൻ ടേക്ക് ആൻ ആക്ഷൻ. കോമ്പറ്റന്റ് അതോറിറ്റിക്ക് ആക്ഷൻ എടുക്കാം, പക്ഷേ അത് നിയമത്തിൽ പറഞ്ഞിട്ടുള്ള രീതിയിൽ മാത്രം. അതാണ് സുപ്രീം കോടതിയുടെ ഓർഡറിൽ വന്നിരിക്കുന്നത്, ജഡ്ജ്മെൻറ്റ് ഓർഡറിൽ വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഒരു അറ്റൻഷനും കൂടെ എനിക്കൊന്ന് സീക്ക് ചെയ്യണം. എനിക്ക് തോന്നുന്നു പലർക്കും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ടേമാണ് ഡിസ്പോസ്ഡ് എന്നും ഡിസ്മിസ്ഡ് എന്ന് പറയുന്ന പദങ്ങൾ. നമ്മൾ പലപ്പോഴും കോർട്ട് ഓർഡേഴ്സിൽ കാണുന്ന 2 പദങ്ങളാണ് ഡിസ്പോസ്ഡും ഡിസ്മിസ്ഡും. ഈ ഡിസ്പോസ്ഡ് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ കേസിൽ ഇതിപ്പോൾ ഡിസ്പോസ്ഡ് എന്നുള്ള കണ്ടീഷനാണ് ഇപ്പോൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഡിസ്പോസ്ഡ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കേസ് അതിൻ്റെ ഫുൾ മെറിറ്റ്സ് പഠിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു സ്റ്റെപ്പിനെയാണ് ഡിസ്പോസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസ്പോസ്ഡ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഓർഡർ ഉണ്ടാകും ആ പർട്ടിക്കുലർ കോടതിയിൽ നിന്ന്.
അതെന്ന് പറഞ്ഞാൽ എല്ലാ മെറിറ്റ്സും കൺസിഡർ ചെയ്തുകൊണ്ട് അതിനൊരു സൊല്യൂഷനോടുകൂടി ഒരു കേസ് ക്ലോസ് ചെയ്യുന്ന സ്റ്റെപ്പിനെയാണ് ഡിസ്പോസ്ഡ് എന്ന് പറയുന്നത്. ഡിസ്മിസ്ഡ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ടേം. ഡിസ്മിസ്ഡ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ കേസ് ക്ലോസ് ചെയ്യുകയാണ് വിത്തൗട്ട് എനി സൊല്യൂഷൻ. അപ്പം ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ഇപ്പോൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഇപ്പോൾ സ്പെഷ്യലി പെറ്റീഷനിൽ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ, ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ കോമ്പറ്റൻ്റ് അതോറിറ്റിക്ക് സ്റ്റെപ്സ് ചെയ്യാം, പക്ഷേ അത് നിയമത്തിൽ പറഞ്ഞിട്ടുള്ള രീതിയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു ഡയറക്ഷനാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ലോവർ കോർട്സിലേക്ക് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഇപ്പോൾ ലോവർ കോർട്സ്, അത് സുപ്രീം കോടതിയുടെ താഴെ വരുന്ന ലോവർ കോർട്സ് ഡെഫിനറ്റ്ലി ഹൈക്കോർട്ടും സെഷൻസ് കോർട്ടുമാണ്. അപ്പോൾ അവർക്കൊരു ഡയറക്ഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഫുള്ളി ക്ലോസ് ആയെന്നല്ല ഇതിൻ്റെ. ഇനിയിപ്പം ആ ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതാത് കോടതികളിൽ ഇത് സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റിന് ഡയറക്ഷനെതിരെ അല്ലെങ്കിൽ ആ ചെയ്ത ഡയറക്ഷൻ എന്താണ്, ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അവിടെ നിന്ന് വരേണ്ടതാണ്. അവിടെ നിന്നൊരു ജഡ്ജ്മെൻറ്റ് വരേണ്ടതാണ്. അപ്പോൾ സുപ്രീം കോടതി വളരെ ബ്രോഡായിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. സുപ്രീം കോടതി ക്ലിയറാക്കി പറഞ്ഞിട്ടുണ്ട്, കോമ്പറ്റൻ്റ് അതോറിറ്റിക്ക് ചെയ്യാം, ഉള്ളി ഈ പറഞ്ഞിരിക്കുന്ന നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ മാത്രം, അല്ലാതെ പറ്റില്ല. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മുൻപത്തെ സെഷനിലൊക്കെ. സെക്ഷൻ 14-ലും സെക്ഷൻ 15-ലുമാണ് ഈ ബഡ്സ് ആക്റ്റിൽ ഈ പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള സ്റ്റെപ്സ് മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ഈ രണ്ടാമത് വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്ത ഈ നടപടിക്കെതിരെയാണ് ഇപ്പോൾ ഹൈക്കോടതി സുപ്രീം കോടതിയിലേക്ക് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പോയത്. അപ്പോൾ പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് ഒന്നിൽ കൂടുതൽ ചെയ്യാൻ വേണ്ടി പറ്റുമോ? അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാം സുപ്രീം കോടതി പഠിച്ചതിന് ശേഷമാണ് പറഞ്ഞത് കോമ്പറ്റൻ്റ് അതോറിറ്റിക്ക് സ്റ്റെപ്പ് ചെയ്യാം, പക്ഷേ അത് ഈ പറഞ്ഞിരിക്കുന്ന നിയമത്തിൽ നിന്നുള്ള സ്റ്റെപ്സ് മാത്രം, നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്സ് മാത്രം. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ കേസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 3-ാം തീയതി ഹൈക്കോർട്ടിൽ നടന്നതാണ്. ഹൈക്കോർട്ടിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ KD പ്രതാപൻ്റെ ബെയിൽ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതായിരുന്നു. അത് ജസ്റ്റിസ് CS ദിയ സാറിൻ്റെ ബെഞ്ചിലായിരുന്നു. കോർട്ട് നമ്പർ 7A ആണെന്ന് എൻ്റെ ഓർമ്മയിൽ. ഐറ്റം നമ്പർ 202 ആയിട്ടാണ് അത് പരിഗണിച്ചത്. അന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ റിപ്രസെൻ്റ് ചെയ്തുകൊണ്ട് അവരുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ ചാർജ് ഷീറ്റ് സമർപ്പിക്കുകയും അവരുടെ സൈഡിൽ നിന്നുള്ള വാദങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയെ റിപ്രസെൻ്റ് ചെയ്തുള്ള അവരുടെ ലീഗൽ എക്സ്പേർട്സുകളുടെ വാദം ഉണ്ടായിരുന്നു. അപ്പോൾ ഇരു വാദങ്ങളും ബഹുമാനപ്പെട്ട ജസ്റ്റിസ് CS ദിയ സാർ കേൾക്കുകയും അപ്പോൾ അതിനെക്കുറിച്ചുള്ള പഠനത്തിന് വേണ്ടി, അപ്പോൾ അതുമായിട്ട് പഠിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പഠിച്ചിട്ട് അതിനെ അഡ്ജേൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അഡ്ജേൺ എന്ന് പറഞ്ഞാൽ ഹോപ്പ്ഫുള്ളി അഡ്ജേൺമെൻറ്റ് എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അതൊരു വിധിയിലേക്കായിരിക്കും. ഇനി ഫർദർ എന്തെങ്കിലും വാദങ്ങൾ വേണ്ടി വരുമെങ്കിൽ അത് ജസ്റ്റിസിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്, അല്ലെങ്കിൽ നാച്ചുറലി ഒരു ഓർഡറിലേക്കാണ്, ആ ബെയിൽ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഓർഡറിലേക്കാണ്, ഒരു ജഡ്ജ്മെൻറ്റ് ഓർഡറിലേക്ക് അത് പോകത്തുള്ളൂ. അതാണ് ഈ അഡ്ജേൺമെൻറ്റ് എന്ന് പറഞ്ഞ സിറ്റുവേഷനിൽ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇരു വാദങ്ങളും കേട്ടതിന് ശേഷം ഒരു വിധി പറയുന്ന ഒരു സിറ്റുവേഷൻ, സിമ്പിളായിട്ട് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കേസ് അപ്ഡേറ്റുകളും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ സെഷനിൽ വന്നത്. ഇനി അവസാനത്തെ കാര്യം, നമ്മുടെ മുൻപത്തെ സെഷൻ്റെ താഴെ നമ്മുടെ പല സുഹൃത്തുക്കളും പല കമൻറ്റുകൾ രേഖപ്പെടുത്തി നമ്മുടെ പോസിറ്റീവ് അല്ലെങ്കിൽ ഹൈറിച്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ ഫുൾ സപ്പോർട്ട്സ് ഉണ്ടായിരുന്നു. വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ നമ്മുടെ നെഗറ്റീവ് സുഹൃത്തുക്കൾ അവരുടെ ജോലി വളരെ ഭംഗിയായിട്ട് വീണ്ടും അസഭ്യവർഷങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും അവരെന്താണെന്ന് പറയുന്നത് അവർക്ക് പോലും അറിയില്ല. എന്തൊക്കെയോ വന്ന് വിളമ്പിയിട്ടൊക്കെ പോകുന്നു. അത് അവരുടെ കൾച്ചർ, അവരുടെ രീതി, അത് അവർ ചെയ്യട്ടെ. അവരെന്ത് ചെയ്യാനാണ്, നമുക്കൊന്നും ചെയ്യാണ്ടി സാധിക്കത്തില്ലല്ലോ. മറ്റേ ലൂസിഫർ സിനിമയിൽ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് പറയേണ്ടി വരും, നമ്മുടെ ലാലേട്ടൻ പറഞ്ഞതുപോലെ. ഓക്കെ, അപ്പോൾ അതാണ്. എന്തായാലും അവരുടെ കാര്യങ്ങൾ അവർ ഭംഗിയായിട്ട് ചെയ്യുന്നു. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം കൂടെ, എനിക്കൊന്ന് നമ്മുടെ കുറച്ച് സജഷനായിട്ട് നമ്മുടെ കുറച്ച് മെമ്പേഴ്സ് പറഞ്ഞതാണ്. എൻ്റെ വീഡിയോയിൽ കുറച്ച് കൈകളുടെ ആക്ഷൻസ് വളരെ കുറച്ച് കൂടുതലാണ്. എനിക്കൊന്ന് ഞാനിപ്പോൾ ഈ സംസാരിക്കുമ്പോൾ തന്നെ കൈകളുടെ ആക്ഷൻസ് കുറച്ച് കൂടുതലാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പ്രൊഫഷൻ, എൻ്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിന് വളരെയധികം ആവശ്യമുള്ളതാണ്.
അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അത് നാച്ചുറലി അതൊരു എൻ്റെ ഒരു നാച്ചുറൽ ഒരു ഇതാണ്, ഒരു ഇൻസ്റ്റൻ്റാണ്. അല്ല ഇപ്പം ഞാനിപ്പോൾ ഹാൻഡ് മൂവ്മെൻറ്റ്സ് ഇല്ലാതെ വന്നാൽ ഞാൻ അതൊരു ആർട്ടിഫിഷ്യാലിറ്റിയിലേക്ക് പോകുന്ന പോലെ ആയി പോകും. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതെല്ലാം നാച്ചുറലായിട്ടാണ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഈ അപ്ഡേറ്റ്സുകൾ എത്തിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സജഷൻസ് നോട്ട് ചെയ്തിട്ടുണ്ട്. പരമാവധി ഹാൻഡ് മൂവ്മെൻറ്റ്സ് കുറയ്ക്കാം. അപ്പോൾ എന്തായാലും ആ സജഷന് വളരെയധികം നന്ദി. പക്ഷേ റീസൺ ഇതാണ്, ഞാൻ പിന്നെ ഇതൊരു ഒരു പ്രൊഫഷണലി എടുത്ത് പലരും നമ്മുടെ താഴേക്ക് വന്ന് ക്രിട്ടിസൈസ് ചെയ്യുന്ന പല സുഹൃത്തുക്കളുടെ കമൻസൊക്കെ കണ്ടായിരുന്നു. ഇത് നിർത്തിയിട്ട് പൊയ്ക്കൂടെ, അല്ലെങ്കിൽ എന്താ പറയുക, റീച്ച് കൂടാൻ വേണ്ടി വീഡിയോകൾ ചെയ്യുന്നു. റീച്ച് കൂടാൻ വേണ്ടി വീഡിയോകൾ ചെയ്യണമെങ്കിൽ ഇവിടെ പല സുഹൃത്തുക്കളും, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ഞാൻ പേരെടുത്ത് പറയാതെ തന്നെ ഇതിനെ ഹൈറിച്ചിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന പല സുഹൃത്തുക്കളുടെ വീഡിയോസും നമ്മുടെ പല ശ്രദ്ധയിൽ ഇടയ്ക്കൊക്കെ പെട്ടിട്ടുണ്ട്. അവർ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും രാത്രി കിടക്കുന്ന നേരത്തുമൊക്കെ വീഡിയോകളൊക്കെ ഇട്ട് അപ്പോൾ അതുപോലെ അപ്പം ആരാണ് റീച്ചിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും വീഡിയോസ് ചെയ്യുന്നത്, അതിൽ നിന്ന് തന്നെ ക്ലിയർലി എവിഡൻ്റ് ആണ്. എന്ത് റീസണിനാണ് അവർ അങ്ങനെ ചെയ്യുന്നത് എനിക്കത് മനസ്സിലായിട്ടില്ല. എപ്പോഴും ഫ്രാങ്കായിട്ട് പറഞ്ഞാൽ, ടു ബി ഓണസ്റ്റ്, എന്താണ് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും രാത്രി കിടക്കുന്ന നേരത്തും ഇതുപോലെ ഇങ്ങനെ ഇത് മാത്രമാണ് കേരളത്തിലെ ചർച്ചാ വിഷയം എന്നുള്ള രീതിയിൽ അവരിങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യുന്ന ഒരു രീതിയല്ല എൻ്റെ ഒരു അപ്രോച്ച്. അപ്പോൾ എനിക്ക് ടൈം കിട്ടുന്ന സമയത്ത് ഞാൻ നിങ്ങളുമായിട്ട് അപ്ഡേറ്റുകൾ ഷെയർ ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് വന്നത്. സോ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ആസ് യൂഷ്വൽ പറയുന്ന പോലെ തന്നെ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. കാരണം പല കാര്യങ്ങളും നല്ല നല്ല ഡയറക്ഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു ഡയറക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഇപ്പം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ പറയുന്നു, കോമ്പറ്റൻ്റ് അതോറിറ്റിക്ക് ഒരു സ്റ്റെപ്പ് ചെയ്യാം, ഫ്രഷ് പ്രൊസീഡിങ്സ് ചെയ്യാം, പക്ഷേ അത് നിയമത്തിൽ നിന്നുകൊണ്ട് മാത്രമേ പാടുള്ളൂ. അത് വളരെ ക്ലിയർലി അവിടെ എവിഡൻ്റ് ആണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും അതുപോലെ സെഷൻസ് കോർട്ടിലും അത് കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനെ നല്ലൊരു ന്യൂസ് തന്നെ വരട്ടെ എന്ന് തന്നെയാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. എൻ്റെ ഒരു എല്ലാവർക്കും അവരവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അതാണ്, ഒരു നല്ലൊരു വിധി തന്നെ ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിന് കിട്ടട്ടെ. കാരണം വളരെയധികം കമൻസിലൂടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, കുറേയധികം ഫാമിലീസ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ ആ ഒരു സ്ട്രഗിളിനെ അവഹേളിക്കുകയും അല്ലെങ്കിൽ അതിനെ എന്താ പറയുക ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് വളരെ മോശമാണ്. നമ്മുടെ ഈ നെഗറ്റീവ് കമൻസൊക്കെ ഇടുന്ന സുഹൃത്തുക്കൾ ആ സിറ്റുവേഷനും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് കമൻസുകൾ രേഖപ്പെടുത്തുക. എന്തായാലും അത് ഫോളോ ചെയ്യേണ്ടി പോകുന്നില്ല എന്നുള്ളത് എനിക്ക് 100% ഷുവറാണ്. അപ്പോൾ നിങ്ങളെന്തായാലും അത് കണ്ടിന്യൂ ചെയ്യുമോ. വീണ്ടും ഞാൻ പറയുന്നു, എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്, നെഗറ്റീവ് ഇത് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ലാലേട്ടൻ ലൂസിഫർ സിനിമയിൽ പറഞ്ഞത് തന്നെയാണ്, വേറെ ഒന്നും തന്നെയില്ല. അപ്പോൾ ഈ കേസ് അപ്ഡേറ്റ്സ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് വന്നത്. സോ നമ്മുടെ ഒരു വീക്കെൻഡിലാണ്. സോ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. സോ ഹാവ് എ ഗ്രേറ്റ് ഡേ. ടേക്ക് കെയർ. ബൈ ബൈ.